Hello everyone. സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്, പുതിയൊരു ജോബ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജോബ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സെയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കേട്ടോ. സെയിൽ എന്ന് പറയുന്ന അതിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രന്റീസ് വാക്കൻസി ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയും അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്താണ് സെയിൽ റിക്രൂട്ട്മെന്റ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലേ, നമ്മുടെ ഫസ്റ്റ് പബ്ലിക് സെക്ടർ ആയിട്ടുള്ള റൂർക്കേലാസ്, അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റീൽ അതോറിറ്റിയിൽ തന്നെ ഫസ്റ്റ് പബ്ലിക് സെക്ടറൈസേഷൻ മാറ്റി കഴിഞ്ഞ് നമ്മുടെ റൂർക്കേലയിലുള്ള സെയിലിൻ്റെ അവിടത്തേക്ക് വിളിച്ചിട്ടുള്ള ഒരു അപ്രന്റീസ്ഷിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ പബ്ലിക് സെക്ടറിലേക്ക്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് സെയിൽ റൂർക്കേല അപ്രന്റീസ് 2024 ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ വാക്കൻസീസ് ഇപ്പോൾ വന്നിട്ടുള്ളത് 400 പേർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വാക്കൻസി വന്നിട്ടുള്ളത് കേട്ടോ. 400 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അത് ആർക്കൊക്കെ വേണ്ടിയാണ്? ഗ്രാജുവേറ്റ്സ് ഉണ്ട്, ടെക്നീഷ്യൻസിനുണ്ട്, ട്രേഡ് പഠിച്ചവർക്കൊക്കെ എന്തുണ്ട്, അപ്രന്റീസ് വാക്കൻസി കൊടുത്തിട്ടുണ്ട്. ഈ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്രന്റീസ്ഷിപ്പ് വാക്കൻസി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു സാധനമാണ്. മുന്നേ നമ്മൾ ഒരു സൗത്ത് ഇന്ത്യൻ RRCയിൽ വിളിച്ചിട്ടുള്ളത്, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് വഴി സദേൺ റെയിൽവേയിൽ ഇപ്പോൾ എന്താണ് അപ്രന്റീസ്ഷിപ്പിന്റെ ട്രെയിനിങ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട. അപ്രന്റീസ്ഷിപ്പ് എന്ന് കേൾക്കുമ്പോഴേ ഒരു ജോലിയാണെന്നുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് എന്താണ് 2 വർഷത്തെ ഒരു സംഭവം എന്തായിരിക്കും, 2 വർഷമോ അല്ലെങ്കിൽ 1 വർഷമോ അവരെന്ത് ചെയ്യും, ഒരു ട്രെയിനിങ് കണക്കിന് നിങ്ങൾക്ക് വിത്ത് സ്റ്റൈഫൻഡ് ആയിരിക്കും. സ്റ്റൈഫൻഡ് അവരുടെ ഒരു നിശ്ചിത എമൗണ്ട് കാണും, ഒരു 10,000 അകത്തായിരിക്കും ചിലപ്പോൾ എമൗണ്ട്സ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് അവരെപ്പോഴും എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ട്രെയിനിങ്ങിന് മാസം തോറും പൈസ തരും. അവിടെ നിന്നിട്ടായിരിക്കും അവർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ റിസൾട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് കയ്യിൽ എന്തുണ്ടായിരിക്കും, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരു ഡയറക്റ്റ് ജോബ് എന്നുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു നമുക്ക് എന്തായിരിക്കും ഇൻ്റർവ്യൂ പ്രോസസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എന്താണ്, ട്രെയിനിങ് ആണ്. ഒരു കരാർ അടിസ്ഥാനത്തിൽ നിങ്ങളെ എടുത്തിട്ട് അവരെന്ത് ചെയ്യുകയാണ്, ട്രെയിനിങ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അഥവാ എന്ത് ചെയ്യുന്നു, അവിടുത്തെ പെർഫോമൻസും അതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, ഫിക്സഡ് ആയിട്ട് ഒരു ജോബ് കിട്ടാം. അങ്ങനെയൊക്കെ ചില സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്രന്റീസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ അതാണ് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 400 വേക്കൻസീസ് ആണ് ഇപ്പോൾ സെയിലിലേക്ക് വിളിച്ചിട്ടുള്ളത്, സ്റ്റീൽ അതോറിറ്റിയിലേക്ക് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ എത്രയാണ്, 27/7/2020. ഈ മാസം 27-ാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 10/8/2020. ഞാൻ ഈ പറയുന്ന ചാൻസ് ആർക്ക് വേണ്ടിയാണ്, ശരിക്കും പറഞ്ഞാൽ ITI ട്രേഡ് പഠിച്ചിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ ടെക്നിക്കൽ ഫീൽഡിൽ പഠിച്ചിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊരു യൂസേജ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യമൊക്കെ നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ അത്ര ആഗ്രഹിച്ച് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് 27/7/2024 തൊട്ട് 10/8 വരെയാണ് കേട്ടോ. അടുത്ത മാസം 10-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് വരുന്നത് നമ്മുടെ 18 to 28 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ. അതായത് +2 ഒക്കെ കഴിഞ്ഞിറങ്ങുന്നില്ല, അല്ലെങ്കിൽ ITI പഠിച്ചിട്ട് ഇറങ്ങുന്ന, അല്ലെങ്കിൽ BHSC ഒക്കെ പഠിച്ചിറങ്ങി ട്രേഡ് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ ഒരു ചാൻസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഡിഗ്രി എടുക്കാൻ പറ്റാതെ ഡയറക്റ്റ് ഡിപ്ലോമയോ വല്ലോ പഠിച്ചവർക്കൊക്കെയാണ് ഈ ഒരു ചാൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. അപ്പോൾ 18 to 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വാക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ 3 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, വാക്കൻസി പറഞ്ഞിട്ടുള്ളത്. ട്രേഡ് അപ്രന്റീസ് ഉണ്ട്, നമ്മുടെ ട്രേഡ് അപ്രന്റീസിനെ വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻ അപ്രന്റീസിനെ വിളിച്ചിട്ടുണ്ട്, ഗ്രാജുവേറ്റ് അപ്രന്റീസിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും 3 ട്രേഡ് കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രേഡ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ITI പഠിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ അവിടെ എന്ത് ചെയ്യുന്നത്, ചാൻസ് കൂടുതൽ. ഏത് ട്രേഡ് ആണോ എന്ന് വിചാരിച്ച്, ഏത് ITI ഫീൽഡാണോ നിങ്ങൾ കവർ ചെയ്ത് ആ ഒരു രീതിക്ക് അനുസരിച്ച് ട്രേഡ് അപ്രന്റീസ് എന്തായിരിക്കും, ITI പഠിച്ചവർക്കായിരിക്കും. ടെക്നീഷ്യൻ അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയൊക്കെ പഠിക്കുന്നവരുണ്ടല്ലോ, ഇത് സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്ത് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ഫീൽഡിനെ, മെക്കാനിക്കോ ഇലക്ട്രിക്കലോ അങ്ങനെ സിവിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡ് പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും AC റിപ്പയർ അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട്, സ്റ്റീലിൻ്റെ എന്തെങ്കിലും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ അത് ടെക്നീഷ്യൻ ഗ്രൂപ്പിൽ പോകും. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ BTech ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനോ
അങ്ങനത്തെ IT ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഗ്രാജുവേറ്റ്സ് ആവണം. ഡിഗ്രി പോലെയുള്ള ഒരു ഇക്വലൻസി പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. BTech ഒക്കെ എടുത്ത ടെക്കുകാരാണെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സമയം എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ വാക്കൻസി വിളിച്ച് ട്രേഡിനാണെങ്കിൽ 213, അത് കഴിഞ്ഞ് ടെക്നീഷ്യൻ ആണെങ്കിൽ 136, ഗ്രാജുവേറ്റിനാണെങ്കിൽ 51, അങ്ങനെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രേഡിനാണെങ്കിൽ ട്രേഡ് അപ്രൻറ്റീസിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഈ ഒരു ടാഗ് ലൈനിൽ HTTPC apprenticeshipindia.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അപ്രൻറ്റീസിന് വേറെ ഉള്ളതിന് വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക, NAP, അതായത് നാറ്റ് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. നാറ്റ്, നാഷണൽ അപ്രൻറ്റീസ് ട്രെയിനിങ് സ്കീമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, HTTPC ഇത് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 വെബ്സൈറ്റാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രേഡിന് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുക, നോർമലായിട്ടുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് ഇന്ത്യ എന്ന് പറയുന്ന അതിൽ കയറുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിലുള്ളവരാണെങ്കിൽ, അതായത് ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ ആ ഒരു ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾ കറക്റ്റായി പോയിട്ട് ആ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്രയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ITയോ അല്ലെങ്കിൽ ട്രേഡോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ BTech എന്തെങ്കിലും കഴിഞ്ഞ് ഇത്രയും ടെക്നിക്കൽ പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച്, എനിക്ക് ഒന്ന് മാസം 7700 വെച്ചാണ് കേട്ടോ അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു 7700 എന്നുള്ള റേറ്റിനാണ് എന്ത് കിട്ടുന്നത്, നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ടുള്ള സ്റ്റൈഫൻഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഫീസൊന്നും അത്ര കൂടുതലായിരിക്കില്ല, ആപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.